ഹേ ഗായ്സ്, അപ്പം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരു 8 മാസമായി കറക്റ്റായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പോസ്റ്റ് ചെയ്യാത്തതല്ല, കാരണം അവിടെ നെറ്റ്വർക്ക് ഇല്ലാഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഗ്യാപ്പായിപ്പോയി. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പെട്ടതുകൊണ്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് 8 മാസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 8 മാസം ഗ്യാപ്പ് വരാൻ കാരണമായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നാട്ടിൻ്റെ കേക്ക് സൈഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുകയാണ് എന്നിട്ട് കൊച്ചിയിലോട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല ഉള്ളത്, എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവരിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കപ്പൽ പാസഞ്ചേഴ്സ് മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളത് ഫായറും കൂടിയാണ് കേട്ടോ. പാസഞ്ചേഴ്സ് മാത്രമല്ല കപ്പലിലുള്ളത്, നമ്മളെ കാർഗോവും കൂടി വരുന്നുണ്ട്. പാസഞ്ചർ പ്ലസ് കാർഗോവും കൂടിയൊക്കെ വരുന്നുണ്ട് നമ്മളെ ഷിപ്പിൽ കേട്ടോ. കടകളിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കപ്പലിലും വരും. ആ സാധനമാണ് ഇറക്കുന്നത് കേട്ടോ. കേക്ക് സൈഡിൽ, അതായത് മൺസൂൺ സീസൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ ഇറക്കണതും കയറ്റണതും ഒക്കെ ഉള്ളത്. ഇവിടെ വേറൊരു ഷിപ്പും കൂടി വിട്ടിരിക്കുകയാണ്. നമ്മൾ പോണ ഷിപ്പ് ഇതൊന്നും അല്ല കേട്ടോ. നമ്മൾ പോണ ഷിപ്പ് കോറലാണ്. അത് ഇപ്പുറത്ത് വിട്ടിരിക്കുകയാണ്. ഈ ഷിപ്പിലാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. അത് അറേബ്യൻ സീ ആണ് കേട്ടോ, മറ്റേ കപ്പൽ. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong. നമ്മൾ കപ്പലിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ കപ്പലിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ നാട്ടിലോട്ട് ക്യാമറ തിരിച്ച് കഴിഞ്ഞുള്ള വ്യൂ ഇതാണ് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ സെറ്റ്? എന്താ വ്യൂ! ഇത് നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒരുപാട് ഭംഗിയുണ്ട് എന്താണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ ലക്ഷദ്വീപ് കാണാത്തവരാണെങ്കിൽ വന്ന് നേരിട്ട് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഫായറാണ്. ഫായറിനെ വെച്ച് ഞാൻ ഇങ്ങനെ കപ്പൽ യാത്ര നടത്തുമ്പോൾ ഫായർ ചില കപ്പലുകളിൽ വന്നെത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ ഒന്നെത്തിപ്പെട്ടതാണ് കേട്ടോ, പ്ലാനഡ് ആയിട്ടല്ല. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ അമിനി ദ്വീപിലെത്തിയിരിക്കുകയാണ്. അമിനി ദ്വീപിൽ കപ്പൽ പിടിച്ചിരിക്കുന്നത് ഈസ്റ്റേൺ ജെട്ടിയിലാണ്. നമ്മളെ നാട്ടിൽ ഈസ്റ്റേൺ ജെട്ടിയില്ല. അതുകൊണ്ടാണ് ഒരു ബോട്ടിൽ ഇങ്ങനെ ആൾക്കാരെയും കൊണ്ട് കപ്പലിൽ കയറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ടത്. അമിനി ദ്വീപിലാണെങ്കിൽ ഈസ്റ്റേൺ ജെട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ക്ലൈമറ്റിനൊരു ചേഞ്ചിനെസ് അനുഭവപ്പെട്ടു. സോ മഴ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ മഴയൊക്കെ വന്ന ഒരു സീന് ഞാൻ കാണിച്ചു തരാം. അതുമല്ലാണ്ട് കടലെല്ലാം നല്ല റഫായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ മഴ വരാൻ സമയമില്ലേ, അപ്പോൾ കടലൊക്കെ നല്ല റഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒരു ക്ലൈമറ്റ് ഒരു ചേഞ്ച് പെട്ടെന്നേ ചേഞ്ചായി. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild, never sleep, never stop. അപ്പോൾ ഈ മഴ ഇവിടെ പെയ്യുമ്പോഴത്തേക്കും ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഞാനും ഫായറും ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്. കപ്പലിലെ ചിക്കൻ ബിരിയാണി നല്ല രസമുണ്ട് കേട്ടോ. അതെ, അടിപൊളി സാധനം. ചിക്കൻ ബിരിയാണിയും അച്ചാറും മത്തങ്ങയാണ് നമുക്ക് തരിക. പിന്നെ ഈവനിങ് ആയി, നമ്മൾ പുറത്തോട്ട് വന്നു, കപ്പലിൻ്റെ ബാക്ക് സൈഡിൽ വന്നു. ബാക്ക് സൈഡിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ.
കപ്പൽ ഇതാ കൊച്ചിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. Every shot from the top, we're gonna be two hearts running wild. Now the morning is the afternoon, we lay awake. അപ്പോൾ ഞാൻ ഫയർ ഈവനിങ്ങിൽ വന്നായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അത് പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിഹാൽ, ഈ കപ്പൽ വർക്ക് ചെയ്യായിരുന്നു. ഇത് നൗഷാദിൻ്റെ കൂടെ പിന്നെ പഠിച്ചായിരുന്നു, ഇവനും വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അടുത്തതായിട്ട് കപ്പലിൽ കയറാൻ പോകുന്നത് ഫാഹിർ ആയിരുന്നു. അങ്ങനെ ഫാഹിർ അവരായിട്ട് ചെറിയ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് കപ്പലിൻ്റെ താഴെ എൻജിൻ റൂമിൽ പോയി. ഇതിലെ സൗണ്ട് നിങ്ങൾ കേൾക്കണം. അപ്പം ഞാനും ഫയറും കപ്പലിലെ എൻജിൻ റൂമിൽ പോയി. എൻജിൻ റൂമിൽ ജസ്റ്റ് ഞാൻ പുറത്ത് നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഫയർ ഇറങ്ങിപ്പോയി. ഫയറിൻ്റെ സീനിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പോണത് ഫയറാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് പുറത്തുനിന്ന്. കാരണം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. പിന്നെ ഉള്ളിലോട്ട് അങ്ങനെ ഒന്നും കയറിയിട്ടില്ല അതിന്. പിന്നെ ഈവനിങ് കഴിഞ്ഞു, നൈറ്റായി, ഉറങ്ങി എണീറ്റപ്പോൾ കൊച്ചി എത്തി ഗൈസ്. കൊച്ചി എത്തിയപ്പോൾ ഉള്ള വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനും ഫയറും വന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പലിൽ നിന്ന് മുന്നേ തന്നെ ഇറങ്ങി. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ, കപ്പലിലുള്ള പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഫയറും ഇപ്പോൾ കൊച്ചിയിൽ റൂം എടുത്തിരിക്കണത് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. നമ്മളിങ്ങനെ മെല്ലെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പോകണത് ഓട്ടോ കയറിയാണ് കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഞാനും ഫയർ റൂമിൽ വന്നെത്തുമ്പോഴത്തേക്കും യാസറും വന്നെത്തിയിരുന്നു. ഇപ്പോൾ ഒനാണ് അവിടെ കിടക്കണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉച്ച ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉള്ളതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നേരെ ബസ്സിൽ കയറണതാണ് ഷൂട്ട് ചെയ്യണത്. ഒരു നൈറ്റ് ഒരു 7 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ ബസ്സിൽ കയറി. എങ്ങോട്ട് പോവാണ്? ഇതൊരു അണ്ണാമലയിലോട്ട് പോകുന്നൊരു യാത്രയാണ് ഗൈസ്. ഇത് തമിഴ്നാട്ടിലോട്ടാണ് പോണത്. അപ്പോൾ ബസ് ഓടിക്കുന്ന നമ്മൾ സ്ലീപ്പർ ബസ്സാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കുറേ എന്തായാലും രാവിലെ ആകുമ്പോഴത്തേക്ക് തമിഴ്നാട് എത്തുള്ളൂ. അങ്ങനെ ഈ ബസ്സിലായിരുന്നു എടുത്തത്. അപ്പോൾ ഇവരോട് ഇങ്ങനെ കുറേ സംസാരിച്ചു. അപ്പോഴാണ് അറിയണത്. അപ്പോൾ ഇവർ പറയാണ്, അതായത് നമ്മൾ ഈ ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഓൺലൈൻ വഴി ആണ്. ഓൺലൈൻ വഴി നമ്മൾ 1600 രൂപയ്ക്ക് ബുക്ക് ചെയ്തത്, സ്ലീപ്പർ ടിക്കറ്റായിട്ട് ബുക്ക് ചെയ്തത്. ഇവിടെ നിന്ന് തമിഴ്നാട് വരെയുള്ളത്. എന്നിട്ട് ഇവർ പറയാണ് ഇപ്പോൾ ബസ്സിപ്പോൾ എടുക്കാറായി, ഇപ്പോൾ വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1000 രൂപക്ക് കിട്ടുമെന്ന്. പിന്നെ ബസ്സിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ് സീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ച് കയറുകയാണെങ്കിൽ 300 റുപ്പീസിന് അയാളെ കൊണ്ടുപോകുന്നു എവിടം വരെ? തമിഴ്നാട് വരെ. അങ്ങനെയുള്ള ബസ്സാണ് കേട്ടോ വെട്രി എന്ന് പറയുന്ന ബസ്. അടിപൊളി ബസ്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. ഈ ബസ്സുകാരിങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. പിന്നെ രാത്രി ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ടോയ്ലറ്റിനും
ഒന്ന് ചായ കുടിക്കും, അങ്ങനെ ചെറുക്കനെ ഒന്ന് നിർത്തിയതായിരുന്നു. ടോയ്ലറ്റ് യൂസിന് വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു ശരിക്കും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്ത് പോകണം നമ്മൾ പോണ സ്ഥലത്തോട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പോലും കിട്ടാറില്ല, പെട്ടു. ഇവിടെ എന്തോ ഉത്സവം എന്തോ നടക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഷെഫീഖ്, എൻ്റെ നാട്ടിലെ ഷെഫീഖ്, റഫീഖ്, പിന്നെ വേറെ നാട്ടിലുള്ളൊരു സഫ്തർ, നമ്മൾ 3 പേരും, നമ്മൾ 4 പേരായിരുന്നേ. അപ്പോൾ ഇവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ വന്ന് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ കേസ് നമ്മൾ ചെന്നൈയിൽ, തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഉൾഭാഗത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോൻ്റെ കാര്യം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ, ഫോട്ടോ എടുക്കുന്ന സ്ഥലമൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നാണ് ഇതാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ എന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ക്ലിങ് ആയിപ്പോയി, ഇതാണ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ. തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ചിലല്ല മുക്കാൽ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ സ്ഥലം ഇതാ വന്നെത്തിയിരിക്കുകയാണ്, നമ്മൾ വന്നെത്തിയ സ്ഥലം. അതെ ഗൈസ്, 6 മാസക്കാലം ഇവിടെ പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കയറിയതിന് ശേഷമാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഗൈസ്. അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. വീഡിയോ ഇതിൽ കയറിയതിന് ശേഷം അധികം ഒന്നും എടുത്തിട്ടില്ല. ഇവിടുത്തെ ചെറുക്കന് ഓരോരോ കാര്യങ്ങളും ഇനിയൊരു വീഡിയോ കൂടി ആക്കുന്നുണ്ട്, അതിൻ്റെ പാർട്ടീൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഓ എല്ലാവർക്കും അറിയാം. ആ വീഡിയോ 4 മിനിറ്റ് കയറാണ് കേട്ടോ.